ഷെടാ, ഇനിയിപ്പോ ഒരു പ്രസവം എടുക്കാൻ 5 വരേണ്ടി വരുമോ? പ്രസവവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചെയ്യുന്ന 10 അബദ്ധങ്ങളാണ് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. നമ്പർ 1, ആരോ എഴുതിയ ഏതോ പുസ്തകം നോക്കി ആശുപത്രി വൈറ്റാട്ടികൾ എന്നറിയപ്പെടുന്ന ഗൈനക്കോളജിസ്റ്റുകൾ പ്രസവിക്കാൻ കിടക്കുന്ന ഒരു സ്ത്രീയുടെ മനോവികാരമോ വേദനയോ അനുഭവിച്ചറിയാത്തത് കൊണ്ട് തന്നെ എവിടെന്നോ പഠിച്ച ഏതോ അറിവ് കൊണ്ട് അവിടെ കൊടുക്കുന്ന പല ആജ്ഞകളും അഭിപ്രായങ്ങളും കൃത്യമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ കുറഞ്ഞത് ഒരു 5 or 10 ഒക്കെ പ്രസവിച്ച സ്ത്രീകൾ വേണം ആശുപത്രി വൈറ്റാട്ടികളായി ഗൈനക്കോളജിസ്റ്റുകളായി വർക്ക് ചെയ്യാനെന്നുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പാവം, ഈ ആശുപത്രി വയറ്റാട്ടി ഒന്നേ പറ്റിട്ടുള്ളൂ. സോ പുള്ളിയുടെ അഭിപ്രായത്തിൽ പ്രസവം എടുക്കാൻ ഒരു യോഗ്യതയില്ല. ഈ പറയുന്നത് വേറെ ആരും അല്ല കേട്ടോ, വലിയ ആളാ. ഒരു സമുദായത്തെ മുഴുവൻ അക്യുപങ്ക്ചർ എന്ന പേരിൽ വീട്ടുപ്രസവത്തിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടു പോകാനും വീട്ടിൽ പ്രസവിച്ചവർക്ക് അവാർഡ് കൊടുക്കാനും ഒക്കെ ചുക്കാൻ പിടിച്ചവരിൽ ഒരാൾ. അപ്പൊ പറയുന്നത് കേക്ക് തന്നെ വേണം. ബാക്കിയോടി കേട്ടാലോ? നമ്പർ 2, പ്രസവം എന്നുള്ളത് ഒരു നാച്ചുറൽ പ്രോസസ്സ് ആയിരിക്കെ ഗർഭിണിയാണ് അതിൻ്റെ വേദന സഹിക്കുന്നത് അനുഭവിക്കുന്നത് എങ്കിലും പ്രസവ ചാർജ് എന്ന പേരിൽ 10,000 രൂപയിൽ മുകളിലാണ് പല ആശുപത്രികളും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്പർ 7, പ്രസവിക്കാനുള്ള നാച്ചുറൽ ദിവസത്തിന് മുൻപ് തന്നെ പലപ്പോഴും ഒരു കണക്ക് കൂട്ടി ഡേറ്റ് നൽകുകയും ആ ഡേറ്റിലേക്ക് പ്രസവിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നു. നമ്പർ 6, നൽകുന്ന ഡേറ്റിൽ മര്യാദയ്ക്ക് പ്രസവിച്ചിട്ടില്ല എങ്കിൽ പലപ്പോഴും 2-3 ദിവസം ആകെ വെയിറ്റ് ചെയ്യും ചില ആളുകൾ. അതിനുശേഷം വയറിൻ്റെ 7 അറകളും കുത്തിപ്പൊളിച്ച് വെട്ടിക്കീറി സിസേറിയൻ എന്ന പേരിൽ കൂടുതൽ ആ സ്ത്രീയെ ദ്രോഹിക്കുന്നില്ലേ. നമ്പർ 3, പലരും സിസേറിയന് അനുവദിക്കാത്ത സമയത്ത് പുറത്തുള്ള ബന്ധുക്കളെ സമ്മർദ്ദത്തിലാക്കി പല ആളുകളെയും കൊണ്ട് ഉപദേശങ്ങൾ നൽകി സിസേറിയന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു. 5ഉം 10ഉം പ്രസവിച്ച സ്ത്രീകൾ അവരുടെ എക്സ്പീരിയൻസ് വെച്ച് ലേബർ പെയിൻ ഉള്ള ഒരു സ്ത്രീയെ ഒഴിഞ്ഞു കൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇമോഷണൽ സപ്പോർട്ട് കൊടുത്ത് കൂടെ നിൽക്കുന്നു. അപ്പൊ കുഞ്ഞ് ടപ്പേന്ന് താഴെ വീഴുന്നു, പിടിക്കുന്നു. ആ നാച്ചുറൽ പ്രോസസ്സ് തീർന്നു. ഇത്രയും വിവരവും എക്സ്പീരിയൻസും അവർക്കുള്ളപ്പോഴാണ് സ്വയം ഗർഭിണിയാവാത്ത, പ്രസവിക്കാത്ത ഒരു സ്പെഷ്യൽ വിഭാഗമായ എന്തൊക്കെയോ പഠിച്ച ഗൈനക്കോളജിസ്റ്റുകൾ ഡേറ്റിന് മുമ്പേ മരുന്ന് വെച്ച് പ്രസവിപ്പിക്കാൻ നോക്കുകയും പറ്റിയില്ലെങ്കിൽ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി കീറി മുറിക്കുന്നത്. ഇനി അവർ പ്രസവിക്കുകയാണെങ്കിൽ അവരുടെ വേദനയ്ക്കുള്ള വെറും നോക്കുകൂലിക്ക് പോലും ബില്ല് ഈടാക്കുന്നത് 5 പ്രസവിക്കാത്തതിന്റെ അറിവില്ലായ്മയാണ്. വിട്ടുക. എന്തായാലും പണ്ട് ഈ വെറും ഒരു നാച്ചുറൽ പ്രോസസ്സിന്റെ സ്വാഭാവികതയിൽ ജീവൻ പൊലിഞ്ഞ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കണക്കൊന്നും പുള്ളി കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതൊരു പ്രശ്നവുമല്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അല്പം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്തോ വിളിക്കായിരുന്നു എന്നല്ലേ കമന്റിൽ പറ.